ഇവന്മാരെന്റെ പുറകെ തന്നെ ഉണ്ടല്ലോ. എവിടേക്കാ പോയത്? ഇങ്ങോട്ടാണല്ലോ വന്നത്. എന്താ അമ്മേ, എന്താ? എന്നെ ഒന്ന് റോഡ് ക്രോസ് ചെയ്യിക്കും മോനെ, നിനക്ക് നല്ലത് വരുവടാ. ചേട്ടാ, ഈ മാമ്പഴം തരൂ. കിലോ 200 രൂപ. ഇത്രയും വിലയോ? അപ്പൊ ഇതിനെത്ര വിലയെന്ന് പറയേ? കിലോ 100 രൂപ. ആ, എങ്കിൽ പിന്നെ എനിക്ക് ഇത് മതി. നല്ലത് നോക്കി എടുക്കണേ, കാരണം ഞാൻ കഴിക്കുമ്പോ മാമ്പഴം കഴിക്കുന്നത് പോലെ ഉണ്ടാവണം. ഇന്നാ ഇത് പഠിച്ചോ, എന്നിട്ട് 100 രൂപ വേഗം എടുക്ക. അതെന്തിനു വേണ്ടിയോ? ഈ പേരയ്ക്ക് വേണ്ടിയാ 100 രൂപ. പക്ഷെ മാമ്പഴത്തിന് പകരമല്ലേ നിങ്ങൾ പേരയ്ക്ക് തന്നത്? സംശയമുണ്ടോ? എന്നാ പിന്നെ മാമ്പഴത്തിന്റെ പൈസ താ. താനൊരു സംഭവം തന്നെയാണല്ലോ. ഞങ്ങൾ മാമ്പഴം തിരിച്ചു തന്നല്ലോ. ഒന്ന് മതിയാക്കുന്നുണ്ടോ? ഇതാ നിങ്ങളുടെ കാശ്. പോപ്പട്ട്, നീ എന്തിനാണ് ആവശ്യമില്ലാതെ പ്രശ്നമുണ്ടാക്കുന്നത്? ഞാൻ വെറുതെ ഒരു തമാശ കാണിച്ചതാണ്. സംശയമുണ്ടോ? അവന്റെ കടയിൽ നിന്ന് ആഭരണങ്ങൾ മോഷ്ടിച്ചോണ്ട് പോവുകയാണ്. പിടിക്കവന്. വിടരുത്, വിടരുത്. കള്ളൻ, കള്ളൻ, പിടിക്ക. വഴിന്ന് മാറി നിൽക്കാൻ, വഴിന്ന് മാറി നിൽക്കാൻ. അല്ല, ഇയാളാരാ? കണ്ടോ, കള്ളൻ പോവുകയാണ്. അവന് വേഗം പിടിക്കണം. വരൂ. ഐഡിയ. അല്ല, ഈ ബണ്ണി എവിടെയാ പോയത്? കാണുന്നില്ലല്ലോ. ഇതാ എത്തിപ്പോയി. എന്നെ പിടിക്കാൻ മാത്രമായോ നിങ്ങള്? എടാ, നീ എന്തായി കാണിക്കുന്നത്? എന്നെ ഒന്ന് വെറുതെ വിട്. എന്നെ വിടൂ, നിങ്ങൾക്ക് നല്ലത് വരും. കള്ളനെ വിടണമെന്നോ? എന്നാ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്ക. അവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. അവനെ ഞാൻ വെറുതെ വിടില്ല. ഇവന്മാരെന്റെ പുറകെ തന്നെ ഉണ്ടല്ലോ. എവിടേക്കാ പോയത്? ഇങ്ങോട്ടാണല്ലോ വന്നത്.
എന്താ അമ്മേ എന്താ? എന്നെ ഒന്ന് റോഡ് ക്രോസ് ചെയ്യിക്കും മോനെ, നിനക്ക് നല്ലത് വരുവടാ. ആ, ആ, ആ. എന്നാലും ഇവൻ എവിടെ പോയി മറഞ്ഞു? എന്നെ പിടിക്കുന്ന അത്ര എളുപ്പമല്ല, അത് മനസ്സിലാക്കിക്കോ. നന്നായിട്ട് ശ്രമിക്ക്, പക്ഷെ നടക്കില്ല. ഉറക്കം വരുന്നില്ലെങ്കിൽ ഉറക്ക ഗുളിക കഴിക്കൂ. എന്നാൽ ഈ സിറ്റിയിൽ ജീവിക്കുകയാണെങ്കിൽ ഉറക്ക ഗുളിക കഴിക്കരുത്. കാരണം നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സമ്പത്തുകളെല്ലാം കൊള്ളയടിക്കാൻ വേണ്ടി ഒരുത്തൻ കാത്തിരിക്കുകയാണ്. ഉറക്കം വരുന്ന സമയത്ത് നമ്മളെ കൊണ്ട് എങ്ങനെയാണ് ഉറങ്ങാതിരിക്കാൻ കഴിയാ? പക്ഷെ ആ സമയത്ത് കള്ളൻ വന്ന എങ്ങനെയാ ഉറക്കത്തിൽ നിന്ന് എണീക്കുക? മിണ്ടായിരിക്കെ. അവൻ വേഷം മാറുന്നത് കൊണ്ട് അവൻ ഒരിക്കലും പിടിക്കാൻ കഴിയുന്നില്ല. അവൻ ആരും അറിയാതെ തന്നെ കണ്ണിലെ കൺമഷി പോലും മോഷ്ടിക്കാം. ഹാവ്, നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ എന്തായാലും കൺമഷി വരയ്ക്കാറില്ലല്ലോ. എടാ കഴുതേ, അതൊരു പഴമൊഴിയാണ്, സംശയട്ടോ? യെസ്, കാട്കർ സ്പീക്കിംഗ്. എന്ത്? ഞാൻ രാവിലെ തന്നതാണല്ലോ. നിങ്ങളുടെ ഏജന്റാ പറഞ്ഞു ബാരൽ ചെക്ക് തരാൻ. ഇല്ല, ആ കള്ളൻ ഏജന്റ് ആയിട്ട് വന്ന് എന്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപയുടെ ചെക്ക് അടിച്ച് മാറ്റിയിരിക്കുന്നു. അവൻ മാറും ചിലപ്പോൾ ഏജന്റ് അല്ലെങ്കിൽ ബിൽഡർ. കമ്മീഷണറായി വന്ന് പാണ്ഡയുടെ 10 രൂപ അടിച്ചു കൊണ്ടുപോയി. അവനെ പിടികൂടുന്നതുവരെ ജനങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാവുകയില്ല. എല്ലാവരും സൂക്ഷിക്കണം. അതുവരെ ഞങ്ങളുടെ ചാനൽ കണ്ടുകൊണ്ടേയിരിക്കോ. അടുത്ത വാർത്ത നോക്കാം. സർക്കസ് റിംഗിലെ കുരങ്ങനെ ആരോ തട്ടിക്കൊണ്ടുപോയി. എന്നെ കബളിപ്പിച്ചു. ഞാനിപ്പോ എന്താ ചെയ്യുക? ഡോണ്ട് വറി മാഡം, അവനെ ഞങ്ങൾ പിടിച്ച് മാഡത്തിന്റെ കാശ് തിരിച്ചു വാങ്ങിത്തരാം. എന്തെങ്കിലും ധർമ്മം തന്ന് സഹായിക്കണേ, നിങ്ങൾക്ക് നല്ലത് വരും. നിങ്ങൾ ജാക്കറ്റ് ഇട്ട് താടി വെച്ച ഒരുത്തനെ ഇവിടെ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ഇല്ല, എന്തു പറ്റി? അവൻ ബാങ്ക് കൊള്ളയടിച്ച് രക്ഷപ്പെട്ടു. അയ്യോ, ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. ഇത്രയും ദിവസമായിട്ട് ജിമ്മിന്റെ സാധനങ്ങൾ എത്തിയിട്ടില്ല. അതെ, ഇന്നലെ ഞാൻ നിങ്ങൾക്ക് അഡ്വാൻസ് തന്നിട്ട് പോയതാ. സാർ, അങ്ങ് ഇന്നലെ കാശ് തന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻട്രി ആവുമായിരുന്നു. എന്റെ പക്കൽ രസീതുണ്ട്, ദാ നോക്ക. ഇത് സംഭാവന കൊടുത്ത രസീതാ. തോത്താറാമേ, നീ ആർക്കാ സംഭാവന കൊടുത്തത്? ഇല്ലെന്നേ. പക്ഷെ നീ കൊടുത്തു എന്നല്ലേ പറഞ്ഞത്? ആര് പറഞ്ഞോന്നാ? കാശ് ഞാൻ കൊടുത്തത് ഓർമ്മയുണ്ട്. അത് വാങ്ങാൻ എനിക്കറിയാം. എന്നെ പറ്റിച്ചിട്ട് ആർക്കും ഇവിടെ സ്വൈര്യമായിട്ട് ജീവിക്കാൻ കഴിയുകയില്ല. ഇത് തീർച്ചയായും അവൻ തന്നെയാ. അവൻ അതിലേ പോകുന്നു. പിടിക്കവനെ. അവൻ മാളിലേക്ക് പോകുന്നു. എങ്കി വാ. എവിടെ പോയി? ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ആ നോക്ക്, ദാ പോകുന്നു. ദാ നോക്ക്, അതാ പോകുന്നു. സോറി സാർ, ഞങ്ങൾ സ്ത്രീയാണെന്നാ കരുതിയത്. എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് സ്ത്രീയാണെന്ന് തോന്നുന്നുണ്ടോ? വെറുതെ എന്നെ ശല്യപ്പെടുത്തരുത്. നിങ്ങൾക്ക് നല്ലത് വരും, നിങ്ങൾക്ക് നല്ലത് വരും. എടാ പിടിക്ക്, ഇത് അവൻ തന്നെയാണ്. അവൻ വീണ്ടും വേഷം മാറി വന്നിരിക്കുക. എന്നെ പിടിക്കാൻ വരുന്നോ? ഇപ്പൊ കാണിച്ചു തരാം. ആഹാ.
പറന്നുപോയി. അവൻ എങ്ങോട്ടാ പോകുന്നതെന്ന് നോക്ക്. നിങ്ങളവിടെ അതൊക്കെ അവനാ ട്രെയിനകത്ത് കയറി. വേഗം വാ. ഒരു രൂപ തന്ന് സഹായിക്കണേ സാറേ. ഇത് അവൻ തന്നെയാണ്. പിടിക്ക്. ഇത് ഒറിജിനൽ താടിയാണല്ലോ. ഇത് അവനല്ല. സോറി സാർ. ബണ്ണി, നീ എന്തിനാ ഹണിയെ പോലെ മണ്ടത്തരം കാണിക്കുന്നത്? പോകാൻ വഴി തരൂ, നിങ്ങൾക്ക് നല്ലത് വരും. ഇത് തീർച്ചയായിട്ടും അവൻ തന്നെ. അവനെ പിടിക്ക്. എന്നെ പറ്റിക്കാൻ നോക്കിയവരാരെയും ഞാൻ വെറുതെ വിട്ടതായിട്ട് ചരിത്രമില്ല. ഇനി മൊത്തത്തിൽ നിന്റെ ഷേപ്പ് ഞാൻ അങ്ങ് മാറ്റാം. എന്താ പിടിച്ചോ. എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ കൊള്ളാം. ഞാൻ കുറെ വേഷങ്ങൾ മാറിയിട്ടും നിങ്ങൾ എങ്ങനെ എന്നെ കണ്ടുപിടിച്ചത്? നിങ്ങൾക്ക് നല്ലത് വരും. നിന്റെ ഈ അവസാനത്തെ ഡയലോഗ് കാരണം തന്നെയാ. നീ എത്ര വേഷം മാറിയാലും ഓരോ പ്രാവശ്യവും നല്ലത് വരുമെന്ന് പറയാറുണ്ട്. ഓ, ഞാനത് ഓർത്തില്ല. ഇനി പോയി നിനക്ക് ജയിലിൽ കിടക്കാം. നീ മോഷ്ടിച്ച എല്ലാവർക്കും ഇനി നല്ലത് മാത്രമേ സംഭവിക്കൂ. സംശയമുണ്ടോ?